രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാൻ പോയ എന്നെ ബാ നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാന്നും പറഞ്ഞ് രാത്രി 9 മണിക്ക് വിളിച്ചോണ്ട് വന്നതാണ് കേട്ടോ എൻ്റെ കെട്ടിയോൻ. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛനും അമ്മയ്ക്കും ഓരോ ഭയം കൊടുത്ത് അടുത്ത ആഴ്ച ഇതേ സമയത്ത് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഒരേ പഞ്ചായത്തിൽ വീടുകളായുള്ള ഗുണങ്ങളെ എപ്പോൾ വേണമെങ്കിലും പോവാൻ വരാം. പൊറോട്ട, ചിക്കൻ കറി, ബ്രോസ്റ്റ്, സെവനപ്പ്, പിന്നെ ഒരു പൊട്ടറ്റോ ചിപ്സും ഇത്രയൊക്കെ മതി കേട്ടോ ഞങ്ങൾക്ക് കളറാക്കാൻ. ഇത് കണ്ടില്ലേ നിങ്ങൾ, തട്ടമിട്ടൊരു മഞ്ചത്തിപ്പെണ്ണ് തണുത്തിട്ടാകെ മൂടി പതിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ ചുറ്റുമുള്ളൊന്നും ശ്രദ്ധിക്കാതെ കനത്ത പോളിങ്ങിലാണ്. അല്ല പിന്നെ വിശന്നിട്ട് വയ്യെന്നു. രാത്രി 11:30 ആയപ്പോഴാണ് കഴിപ്പൊക്കെ തുടങ്ങിയത് തന്നെ. എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വന്നപ്പോഴേക്കും ആകെ നേരം വൈകിയായിരുന്നു. ഒരു വൈബിന് വേണ്ടി ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ചുറ്റുമുള്ള ഇലകളൊക്കെ കൂട്ടി കത്തിച്ചൊരു പഞ്ചായത്ത് ഫയർ തന്നെ ഉണ്ടാക്കി തന്ന അമ്മയാണ് കേട്ടോ എൻ്റെ ഹീറോ. ഞാൻ വിചാരിച്ചു ഈ പാതിരാത്രി നാട്ടുകാരൊക്കെ പാടെ ഓടിക്കൂടുന്ന്. ആരും തെറ്റിദ്ധരിക്കണ്ടേ. രാത്രി 12 മണിയാവാൻ ഇനി സമയം ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരു കട്ടനിട്ട് കുടിച്ചതാ. കറക്റ്റ് 12 മണിയായപ്പോൾ പരസ്പരം ഒരു ഹാപ്പി ന്യൂ ഇയറും പറഞ്ഞ് സുഖമായിട്ട് പോയി കടന്നുറങ്ങിട്ടോ ഞങ്ങള്.